കൊച്ചി നഗരത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാക്കനാട് മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ പാതയുടെ നിർമ്മാണം ഇതിനോടകം 58% പൂർത്തിയായെന്നാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വ്യക്തമാക്കുന്നത്. നഗരത്തിന്റെ കിഴക്കൻ മേഖലയെ കൊച്ചി മെട്രോ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഈ നിർണായക പദ്ധതി വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം പുരോഗമിക്കുകയാണ്. മെട്രോ പാതയുടെ പ്രധാന സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതിയാണ് രേഖപ്പെടുത്തുന്നത്. ആകെ നിർമ്മിക്കേണ്ട 469 തൂണുകളിൽ 310 എണ്ണം ഇതിനോടകം പൂർത്തിയായി. റോഡിന്റെ മധ്യഭാഗത്ത് ഉയരുന്ന ഭീമൻ തൂണുകളാണ് മെട്രോ പാതയുടെ അടിസ്ഥാന ഘടന. ഇവയിൽ 1/3 ഭാഗങ്ങളിൽ പിയർ ക്യാപ്പുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. മെട്രോ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് നിർണായകമായ ഘടകമാണ് പിയർ ക്യാപ്പുകൾ. റോഡിനോട് ചേർന്നുള്ള തൂൺ നിർമ്മാണം ഏകദേശം 80% പൂർത്തിയായതോടെ പദ്ധതിയുടെ സിവിൽ പ്രവൃത്തികൾ കൂടുതൽ വേഗം കൈവരിച്ചിരിക്കുകയാണ്. എന്നാൽ ചില പ്രധാന മേഖലകളിൽ തൂൺ നിർമ്മാണം ഇനിയും ബാക്കിയുണ്ട്. പാലാരിവട്ടം, കളക്ട്രേറ്റ് സിഗ്നൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പുതിയ തൂണുകൾ സ്ഥാപിക്കാനുള്ളത്. ഇതോടൊപ്പം ഏതാനും മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രത്യേക തൂണുകളുടെയും നിർമ്മാണം ശേഷിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിയുടെ ഭാഗമായി ആകെ 11 മെട്രോ സ്റ്റേഷനുകളാണ് നിർമ്മിക്കുന്നത്. ഇവയിൽ 9 സ്റ്റേഷനുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളായി പുരോഗമിക്കുകയാണ്. സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ അടിത്തറ, തൂണുകൾ, കോൺക്രീറ്റ് ഘടനകൾ, പ്ലാറ്റ്ഫോം നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും ഒരേ സമയം നടക്കുന്നു. യാത്രക്കാർക്ക് സുരക്ഷിതവും ആധുനികവുമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്റ്റേഷനുകളുടെ രൂപകൽപ്പന. പടമുകൾ സ്റ്റേഷന്റെ നിർമ്മാണം മാത്രമാണ് ഇനിയും ആരംഭിക്കാത്തത്. ഇവിടെ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയതോടെയാണ് നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നത്. ഭൂമി ഏറ്റെടുപ്പ് പൂർത്തിയായ ഉടൻ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെമ്പുമുക്ക് സ്റ്റേഷനിലാണ് ഏറ്റവും ഒടുവിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായത്. ഇവിടെയും ഭൂമി ഏറ്റെടുപ്പ് വൈകിയതാണ് പ്രവൃത്തികൾ പിന്നോട്ടു പോകാൻ കാരണം. 11ാമത്തെ സ്റ്റേഷനായ സ്മാർട്ട് സിറ്റി സ്റ്റേഷൻ ഇൻഫോ പാർക്കിന് സമീപമുള്ള സ്മാർട്ട് സിറ്റി സമുച്ചയത്തിനകത്തായതിനാൽ അവിടെയും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സപ്പോർട്ട് എയർപോർട്ട് റോഡിനെയും പടമുകൾ ലിങ്ക് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലെ തൂൺ നിർമ്മാണം പൂർത്തിയായ ശേഷം റോഡിന്റെ വീതി വർദ്ധിപ്പിച്ച് പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് പദ്ധതി. ഇത് യാഥാർത്ഥ്യമായാൽ സപ്പോർട്ട് എയർപോർട്ട് റോഡിലെയും സിവിൽ ലൈൻ റോഡിലെയും ദീർഘകാല ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതേസമയം നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്തെ റോഡിൽ ചെറിയ തോതിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയായി ഭാരവാഹനങ്ങളുടെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ബസ്സുകൾക്കും മറ്റു ചെറിയ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളോടെ കടന്നുപോകാൻ അനുമതിയുണ്ട്. മെട്രോ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഈ റോഡിലൂടെ ഒരു ദിശയിലേക്ക് മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം തുടരുമെന്നാണ് സൂചന. സിവിൽ ലൈൻ റോഡിലും സപ്പോർട്ട് എയർപോർട്ട് റോഡിലും മെട്രോ നിർമ്മാണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ കുറച്ചുകൂടി അകത്തേക്ക് മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരും വാഹനയാത്രക്കാരും ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്ന കേന്ദ്രങ്ങളിലാണ് റോഡിന്റെ വീതി ഗണ്യമായി കുറയുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ ഇതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിർമ്മാണ പുരോഗതിക്ക് അനുസരിച്ച് ബാരിക്കേഡുകളുടെ സ്ഥാനം പുനഃക്രമീകരിക്കുന്നതിലൂടെ വാഹനയാത്ര കൂടുതൽ സുഗമമാകുമെന്നാണ് വിലയിരുത്തൽ. പാലാരിവട്ടം, ബൈപ്പാസ്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകൾ, കാക്കനാട്, സെസ്, ചിറ്റേത്തുകര, രാജഗിരി, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവിടങ്ങളിലാണ് പുതിയ മെട്രോ സ്റ്റേഷനുകൾ ഒരുങ്ങുന്നത്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാനുഭവം ഒരുക്കുന്നതിനായി പാർക്കിംഗ് സൗകര്യം, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ പ്രവേശന സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ആധുനിക ടിക്കറ്റിംഗ് സംവിധാനം എന്നിവയും സ്റ്റേഷനുകളുടെ ഭാഗമായി ഒരുക്കും. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, IT പാർക്കുകൾ എന്നിവയെ നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി അതിവേഗം ബന്ധിപ്പിക്കുന്ന ഈ മെട്രോ പാത പ്രവർത്തനക്ഷമമാകുന്നതോടെ കാക്കനാട് മേഖലയിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.